ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് മെസ്സേജ് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യം തന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും ആസ്പദമാക്കുന്നത് ഒരു 5 പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രീതികളും 3 തിരുവചനങ്ങളുമാണ്. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ബ്രദറിന് കിട്ടിയ മെസ്സേജ്. രാവിലെ കുർബാന കൂടി വരുമ്പോൾ കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചാണ് ബ്രദർ ഈ ശുശ്രൂഷ ദൈവമക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമുക്ക് ആദ്യം എന്നും എപ്പോഴും വേണ്ടത് ദൈവാരാധനയാണ്. ഞാൻ പല മെസ്സേജിലും പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ചില സന്ദേശങ്ങൾ മെസ്സേജുകൾ കേൾക്കുന്നത് ചില ഫസ്റ്റ് കാണുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്കത് മനസ്സിലാവണം. ആദ്യം തന്നെ നമ്മൾ ദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുക. അവിടേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, വിശുദ്ധ കുംഭസാരത്തിന് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാം. ദൈവം അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുക, അനുവദിക്കാത്ത കാര്യമാണെങ്കിൽ അത് മാറ്റിവെക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിൽ പല മേഖലകൾ, പല രാജ്യങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ദൈവമക്കൾ ഈ സന്ദേശം കേൾക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ, അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ സന്ദേശം കേൾക്കുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന മേഖലകളൊക്കെ കർത്താവിൻ്റെ വലിയൊരു സ്പർശനം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടുള്ള സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് വെക്കുന്നത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ പറ്റുമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. കാരണം ബ്രദർ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളുടെ മൊബൈലിൽ അപ്ഡേഷൻ വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാന വാതിലായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബ്രദർ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ. കാരണം ദൈവമായ കർത്താവിനെ പകർന്നു കൊടുക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പാരിതോഷികമോ മറ്റു കാര്യങ്ങളോ പ്രസക്തിയോ കയ്യടിയോ പ്രോത്സാഹനമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതൊക്കെ താൽക്കാലികമാണ്. മനുഷ്യനിർമ്മിതമായ വസ്തുക്കളൊക്കെ ഉടഞ്ഞു പോകേണ്ട വസ്തുക്കളാണ്. ദൈവം തരുന്ന ദാനം ഒരിക്കലും ആർക്കും ഉടയ്ക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. കാരണം ദൈവം തരുന്ന കൃപയാണ് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ദൈവം തരുന്ന കൃപയാണ്. തമ്പുരാൻ കൃപയിലൂടെയാണ് നമ്മൾ നയിക്കുന്നത്. ആ കൃപ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വർഷം കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനത്തിന്റെ ഫലമാണ് ബ്രദർ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ തമ്പുരാനെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പോലും പ്രഘോഷിക്കുവാനോ പറയുവാനോ സാധ്യമല്ല. കാരണം തമ്പുരാൻ തന്ന കൃപയിലാണ്, പരിശുദ്ധാത്മാവ് തന്ന കൃപയിലാണ്, അഭിഷേകത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇത് റിയാലിറ്റിയാണ്, നേരം പോക്കിനല്ല ബ്രദർ പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയാം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രഭാതം തന്നതിനെയോർത്ത്, അതുപോലെ ഇന്നത്തെ ദിവസം തന്നതിനെയോർത്ത് നമുക്ക് ദൈവത്തോട് ആദ്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഒരുക്കി തരുന്ന ആ സ്വർഗീയ പിതാവിനോട് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ദേശത്തിൽ പ്രധാനമായിട്ടും 5 പ്രാർത്ഥനാ രീതികൾ, അതുപോലെ തന്നെ 3 തിരുവചനങ്ങൾ, ഈ കാര്യമാണ് ഇന്നത്തെ സന്ദേശത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ 5 പ്രാർത്ഥനാ രീതികളും അഭിഷേകം ലഭിക്കുന്ന, ദൈവം അനുഗ്രഹം ചൊരിയുന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രീതികളാണ് ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് മക്കൾക്ക് ഈ പ്രാർത്ഥനകൾ അറിയാം, പക്ഷേ എങ്കിലും ആരും പ്രാക്ടിക്കലായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. ബ്രദർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ശക്തമായിട്ട് പറയുന്നത് അനുസരിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും അസ്വസ്ഥകളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും സാധിക്കും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അതുപോലെ 3 തിരുവചനങ്ങൾ, ഇതെങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് കൂടി ബ്രദർ പറയുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. 3 മാസം അല്ലെങ്കിൽ 6 മാസം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ പ്രാർത്ഥന വിശ്വാസ പ്രമാണം.
രണ്ടാമത്തെ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയം. മൂന്നാമത്തെ പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. നാലാമത്തെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന. അഞ്ചാമത്തെ പ്രാർത്ഥന കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന. ഇതാണ് 5 പ്രാർത്ഥനാ രീതികൾ. മേ ബി നിങ്ങളിൽ ബ്രദർ പറയുന്നത് പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. ആരുടെ മുന്നിൽ കൈനീട്ടാനോ ആരുടെ മുന്നിലും ആവശ്യപ്പെടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ 5 പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 തിരുവചനങ്ങൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ POC ബൈബിൾ എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ അധ്യായ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബൈബിൾ വചനങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ 3 വചനവും ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത മക്കളാണെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 3 വചനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ആ 3 വചനം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് ഈ പ്രാർത്ഥനകളെല്ലാം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ബ്രദർ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ഈ സമയങ്ങളിൽ ഒന്ന് കൂട്ടായ്മയോടുകൂടി ഒത്തുചേർന്ന് നിങ്ങളുടെ കുഞ്ഞനുജനാണ്, നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്നൊരു പ്രതീതിയിൽ ബ്രദറിനെ കാണാൻ ശ്രമിക്കുക. ബ്രദറിന്റെ സംസാരത്തിലോ വാക്കിലോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കോ പോരായ്മകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹോദരനാണ്. കാരണം ബ്രദർ വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവോ രാജാവോ പ്രസ്ഥാനത്തിന്റെ വലിയ ക്യാപ്റ്റനോ ഒന്നുമല്ല. ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. മീൻസ് മിസ്റ്റേക്കുകൾ സംഭവിക്കുക, തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. കാരണം ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളായിരിക്കും കാണുക. അപ്പൊ നിങ്ങളുടെ ഒരു മകനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു കുഞ്ഞനുജനായിട്ടോ ജ്യേഷ്ഠനായിട്ടോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായിട്ട് ബ്രദറിനെ കാണാൻ ശ്രമിക്കുക. അത് ഞാൻ ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരുമ്പോഴാണ് അഭിഷേകം പ്രാപിക്കുക. കാരണം നിങ്ങൾ എളിമത്വം വരണം. നിങ്ങൾക്ക് എളിമത്വം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്പർശനം, ക്രൂശത്തിന്റെ സ്പർശനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ബ്രദർ പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസത്തോടു കൂടി പൂർണ്ണ ഹൃദയത്തോടു കൂടി തമ്പുരാൻ അർപ്പിക്കുന്ന നിവേദ്യം അല്ലെങ്കിൽ തമ്പുരാൻ അർപ്പിക്കുന്ന അർപ്പണമാണ് എൻ്റെ ഈ ശുശ്രൂഷ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, തമ്പുരാൻ എല്ലാം തരുന്നവരാണ്. നമുക്ക് എന്താണ് ആവശ്യം അത് തക്ക സമയത്ത് ഒരുക്കി തരുന്ന ഒരു ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ മകനാണ് ഞാൻ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടികളാണ്, ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. ഇവിടെ ജാതിയോ മതമോ വംശമോ പാരമ്പര്യമോ ഒന്നുമില്ല. കാരണം ദൈവം പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ പിഞ്ചു പൈതൽ, ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന വിശ്വാസ പ്രമാണം. ബ്രദർ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിന്റെ മക്കളായ നിങ്ങളെല്ലാവരും അത് നാവിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ പ്രാർത്ഥന വരണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. എന്താണ് ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം? ഇതൊരു ബന്ധന പ്രാർത്ഥനയാണ്.
എന്താണ്? ഇതൊരു ബന്ധന പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് പല വ്യക്തികൾക്കും ബന്ധന പ്രാർത്ഥന പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി ഏറ്റുചൊല്ലി ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമുണ്ട്. അതാണ് കർത്താവ്. വിശ്വാസത്തോടുകൂടി, അത് എല്ലാ നാരകീയ ശക്തിയെയും പൈശാചിക ശക്തിയെയും എല്ലാ അശുദ്ധാത്മാക്കളെയും ബന്ധിക്കുവാൻ ബഹിഷ്കരിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം, ബന്ധന പ്രാർത്ഥന എന്ന് കൂടി നമുക്ക് പറയാം. അപ്പോൾ അത് വലിയ ശക്തിയുള്ള പവറുള്ള പ്രാർത്ഥന. 33 തവണ എല്ലാ ദിവസവും ഭവനത്തിൽ ശക്തമായി ഉച്ചത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതാണ് അഭിഷേകത്തിലുള്ള ഏറ്റവും വലിയ വഴി. നല്ല സ്ഫുടമായിട്ട്, നന്നായിട്ട്, ആക്റ്റീവായിട്ട് പ്രാർത്ഥിക്കണം 33 തവണ എല്ലാ ദിവസവും. അതാണ് ഒന്നാമത്തെ സിസ്റ്റം. രണ്ടാമത്തെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കാളിയാകുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പൊ നന്മ നിറഞ്ഞ മറിയം, പിശാചിന്റെ തല തല്ലി തകർത്ത് വിശുദ്ധീകരിച്ച മാതാവിന്റെ പ്രാർത്ഥനയാണ്. പൈശാചിക ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ മാതാവിനോട് ചേർന്നിരുന്ന നന്മ നിറഞ്ഞ മറിയം ശക്തമായിട്ട് 33 തവണയ്ക്ക് ഒരു ദിവസം ശക്തമായിട്ട് അഭിഷേകത്തോട് കൂടി ചൊല്ലി പ്രാർത്ഥിക്കുക. വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന. പിശാചിന്റെ തല തല്ലി തകർത്ത് വിശുദ്ധീകരിച്ച അമ്മ മാതാവ് നമുക്ക് തന്ന ഗിഫ്റ്റാണ് ഈ പ്രാർത്ഥന. യേശുവേ സ്വർഗീയ പിതാവ് നമുക്ക് തന്ന ഗിഫ്റ്റാണ് പരിശുദ്ധ അമ്മ മാതാവും ഈശോനാഥനും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ നിങ്ങൾക്കറിയാം, ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താ? നമ്മുടെ പിതാവിൻ്റെ രാജ്യത്വം, എന്താ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാകുന്നു. ക്രിസ്തുരാജന്റെ ജനന തിരുനാളിന്റെ ഒരുക്കമാണ് നമ്മളെല്ലാവരും എന്താ തയ്യാറാകുന്ന ഒരു ദിനം. മീൻസ് ഡിസംബർ മാസത്തിലാണല്ലോ ക്രിസ്തുനാഥന്റെ ജനന തിരുനാൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ ദൈവമക്കളും ഒരുങ്ങി മുന്നോട്ട് പോകുന്നത്. അതിന് ദൈവത്തോട്, പിതാവായ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ബ്രദർ ഒന്ന് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത തിന്മയിൽ രക്ഷിക്കണമേ. ആമേൻ. തീർച്ചയായിട്ടും ഇത് സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ പ്രാർത്ഥന. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യേശുക്രിസ്തു ഈശോനാഥൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിലോ ഭവനാന്തരീക്ഷത്തിലോ പ്രാർത്ഥന കൂട്ടായ്മയിലോ ഒരു 33 തവണ അതിശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇതും അഭിഷേക പ്രാർത്ഥനയാണ്. ഇത് വലിയൊരു അഭിഷേക പ്രാർത്ഥനയാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ നാലാമത്തെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന. ബ്രദർ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളും അതുപോലെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിന്റെ കതിൽ ആകാശത്തിന്റെ വഴിയേറ്റം അഗതികളെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വേണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലും സുഖമേ, ഇഷ്ടത്തിൽ തണുപ്പേ, കരച്ചിലും സ്വരമേ എന്നല്ലോണമേ. എത്രയും ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന പ്രകാശമേ, അങ്ങ് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് വെളിവ് കൂടാതെ മനുഷ്യൻ ദോഷമില്ലാതെ ഒന്നുമില്ല, അറപ്പുള്ളത് കഴിക്കളമേ. വാടിപ്പോയി നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തന്നെ, രോഗപ്പെട്ട് ഉറപ്പിക്കണേ, കടുപ്പോളം മയപ്പെടുത്തന്നെ, ആരുപോയി ചൂടുപിടിക്കണേ, വഴുതിട്ടുപോയി നേരെയാക്കണമേ. അങ്ങ് ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് വിശുദ്ധയുടെ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യപ്പെടണം പുണ്യയോഗത്തെ നിത്യാനന്ദോടെ ഞങ്ങൾ കൽപ്പിച്ചിടമേ. ആമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനകൾ, അതും അഭിഷേകമുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന ശക്തമായിട്ട് എല്ലാ ദിവസവും 33 തവണ നിങ്ങളുടെ ഭവനത്തിലും ഭവനാന്തരീക്ഷത്തിലും പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ ശക്തമായിട്ടൊന്ന് ചൊല്ലി നോക്കുക. അഭിഷേക പ്രാർത്ഥനയാണ് ഇത്. ദൈവം അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന. കാരണം നമ്മൾ നിരന്തരമായി നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
നിങ്ങളെ ഓരോ സെക്കൻഡിലും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ 5ാമത്തെ പ്രാർത്ഥന, ഇത് പ്രധാനപ്പെട്ട നിങ്ങളുടെ ബന്ധനങ്ങളും അസ്വസ്ഥതകളും എല്ലാ കാര്യങ്ങളും അഴിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന, അത് വലിയൊരു സ്പിരിച്വൽ പ്രാർത്ഥനയാണ്. കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ എല്ലാവരും മാതാവിനോട് ചേർന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ആ പ്രാർത്ഥന കണ്ടെത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അഭിഷേക പ്രാർത്ഥനയാണ്. മാതാവിനോടുള്ള നമ്മുടെ എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും എല്ലാ അസ്വസ്ഥതകളും നിർവീര്യം ചെയ്യാനുള്ള അതിശക്തമായിട്ടുള്ള ബന്ധന പ്രാർത്ഥനയാണ്. നിങ്ങൾ എല്ലാവരും അത് ബൈബിൾ എടുത്തിട്ടോ, ബൈബിളല്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ ബന്ധന പ്രാർത്ഥനയാണ്. അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിയപ്പെടുന്നതാണ്. നിങ്ങൾ ആ പ്രാർത്ഥന കണ്ടെത്തുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അത് അഭിഷേക പ്രാർത്ഥനയാണ്. അത് എല്ലാ ബന്ധനങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും നാരകീയ ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് അഭിഷേക പ്രാർത്ഥനയാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ 5 പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 5ാമത്തെ പ്രാർത്ഥന നിങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിക്കണം. കാരണം അത് പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള ഒരു അധികാരം തമ്പുരാൻ തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും കണ്ടെത്തി പ്രാർത്ഥിക്കുമ്പോൾ വില കൂടുതൽ അഭിഷേകം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 തിരുവചനങ്ങൾ എന്താ എന്ന് ചോദിച്ചാൽ, 1ാമത്തെ തിരുവചനമാണ് നിയമാവർത്തനം 28-ാം അധ്യായം 7-ാം തിരുവചനം. 2ാമത്തെ തിരുവചനം ഫിലിപ്പി 4:19. 3ാമത്തെ തിരുവചനമാണ് സങ്കീർത്തനങ്ങൾ 77-ാം അധ്യായം 14-ാം തിരുവചനം. അപ്പോൾ ആദ്യത്തെ തിരുവചനം നമുക്ക് ഏറ്റുചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാം. നിയമാവർത്തനം 28:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ 1 വഴിയുടെ വരും 7 വഴിയുടെ പലായനം ചെയ്യും. ഈ വചനം ശക്തമായി പ്രാർത്ഥിക്കുക. ഇത് പൈശാചികശക്തിയെ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും അസ്വസ്ഥതകളും ആകുലതകളും നമ്മുടെ ജീവിതത്തിലുണ്ടായ തകർച്ചകളെയൊക്കെ നിർവീര്യം ചെയ്യാനുള്ള ഒരു സ്പിരിച്വൽ വചനമാണ്. ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ വചനമാണ്. 10,000-കണക്കിന് 20,000-ഓളം 10,000 സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരുപാട് പേര് മക്കൾക്ക് അനുഗ്രഹം തന്ന വചനമാണ് നിയമാവർത്തനം 28:7. നിങ്ങളുടെ എല്ലാ അസ്വസ്ഥകളെ ആകുലതകളെ നിർവീര്യം ചെയ്യാനുള്ള നിങ്ങൾക്ക് ഹൃദയത്തിന് ശക്തി തരുന്ന വചനം. ഈ വചനം 1000 തവണയൊക്കെ എഴുതിയിട്ടും ചൊല്ലിയിട്ടും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എന്താ 1000 തവണ എഴുതുക, 1000 തവണ ചൊല്ലുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു അഭിഷേകം ലഭിക്കുന്നത് നിങ്ങൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ സങ്കീർത്തനങ്ങൾ ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അണുബാധ്യതയുള്ള മക്കൾക്ക് അഭിഷേകം തരുന്ന ഒരു വചനമാണ്. ഈ വചനം നിങ്ങൾ 1000 തവണ എഴുതിയിട്ടും 1000 തവണ ചൊല്ലിയും പ്രാർത്ഥിച്ചു നോക്കുക. ദൈവം നിങ്ങളുടെ വാതിലുകൾ തുറന്നു തരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് ഓരോ വ്യക്തികളെയും പ്രസ്ഥാനത്തെയും ഒരുക്കി തരുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഫിലിപ്പി 4:19 അഭിഷേകമുള്ള വചനമാണ്. 1000 തവണ എഴുതിയിട്ടും 1000 തവണ ചൊല്ലിയിട്ടൊക്കെ പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ സങ്കീർത്തനങ്ങൾ 77:14 അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളിടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഇത് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്ന തമ്പുരാന്റെ ആത്മീയ വചനമാണ്. ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങൾ 77:14 ഇത് നിങ്ങൾക്ക് എത്ര വലിയ തടസ്സങ്ങളെ നിർവീര്യം ചെയ്യാനുള്ള, ദൈവത്തിലേക്കുള്ള വിശ്വാസം ആഴത്തിലേക്ക് വരുവാനുള്ള, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, നിങ്ങളുടെ സാമ്പത്തിക ജോലി മേഖല, ശരീരത്തിലെ അസ്വസ്ഥതകൾ, രോഗപീഠകളൊക്കെ നിങ്ങൾക്ക് ഈ വചനം കൊണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അഭിഷേകമുള്ള അനുഗ്രഹം ചൊരിഞ്ഞ വചനമാണ് സങ്കീർത്തനങ്ങൾ 77:14. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആ വചനവും സന്ദേശവും അതുപോലെ പ്രാർത്ഥനാ രീതികളൊക്കെ എല്ലാ ദൈവമക്കളും മനസ്സിലാക്കിയെന്നും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് ഉപയോഗപ്രദമായ രീതിയിൽ അഭിഷേകമുള്ള മക്കളായിട്ട് അവരെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലേക്കോ നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കാരണം ദൈവവചനമാണ്, ദൈവ സന്ദേശമാണ്.
നിങ്ങൾ ചെയ്യുമ്പോൾ അഭിഷേകം ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും തമ്പുരാൻ പ്രതിഫലം തരും. തമ്പുരാന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉചിതമാണെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് റിയാലിറ്റി ആണെന്ന് ബോധ്യമായെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റു മേഖലകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഫോർവേഡ് ചെയ്യുന്നത് തെറ്റില്ല. നല്ല കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാം, മോശം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യരുത് എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തെറ്റെങ്കിൽ തെറ്റെന്ന് പറയുക, ശരിയെങ്കിൽ ശരിയെന്ന് പറയുക. അപ്പോൾ ശരിയെ ശരിയെന്ന് തന്നെ പറയണം. അപ്പോൾ അഭിഷേകം ലഭിക്കും ദൈവത്തിൽ നിന്ന്, ഈശോയിൽ നിന്ന്. ഈശോ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന സമർപ്പിക്കുന്നു പിതാവിൻ്റെ സന്നിധിയിൽ. പിതാവെ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ആത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഈ മക്കളെല്ലാവരെയും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിറയട്ടെ. കർത്താവ് അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി രോഗപീഠകൾ, അസ്വസ്ഥതകൾ, ആകുല മനോഭാരങ്ങൾ, ആത്മഹത്യ ചിന്തകളുള്ള മക്കളുടെ എല്ലാ അസ്വസ്ഥതകളും ഈ സമയം തന്നെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറിക്കോട്ടെ. കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോയെ നിമോർത്തന് 28:7, യേശയ്യ 41:10, സങ്കീർത്തനങ്ങൾ 77:14, അതുപോലെ ഫിലിപ്പ് 4:19 എന്ന വചനത്തിന്റെ അഭിഷേകം കൊണ്ട് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവിടെ എല്ലാ മേഖല ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. കർത്താവിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരുണ വ്യാപരിക്കട്ടെ. അതുപോലെ കടബാധ്യതകളുള്ള മക്കളെ ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കടബാധയിൽ നിന്നും അവരെ വിശുദ്ധീകരിക്കണം. അവരുടെ കുടുംബത്തിലെ കെട്ടുകളും ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. രോഗപീഠകളൊക്കെ വിട്ടുമാറിപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ കരുണ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗാവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടി, മദ്യപാനാസക്തിയിൽ അസ്വസ്ഥപ്പെടുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു. കുടുംബത്തിലെ മേഖലയെ സമർപ്പിക്കും. മദ്യപാനം എന്ന ദുർബോധം ഈശോയുടെ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ആ കുടുംബത്തിൽ സമാധാനം, സന്തോഷം അത് ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ വലിയ സ്നേഹം നിറയട്ടെ. കർത്താവിന്റെ കലഹങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തമ്മിലടി, പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ കുടുംബത്തിലും പരിശുദ്ധാത്മാവിനെ അയച്ച് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ, വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവി ആരാധന സഭാ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈദികന്മാർക്ക് വേണ്ടി, എല്ലാ ശുശ്രൂഷകന്മാർക്കും അവർക്കെല്ലാം ദൈവമേ അങ്ങയുടെ അഭിഷേകം നിറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും നന്മ ചെയ്ത് ദൈവവചനം പ്രഘോഷിക്കുവാനും എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കുവാനുള്ള കൃപാവരം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളെല്ലാവരും ദൈവത്താൽ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാ മക്കൾക്കും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. ക്രൂശിതന്റെ ശക്തി വ്യാപരിക്കട്ടെ. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ഞങ്ങളുടെ പൊന്നു തമ്പുരാന്റെ തിരുരക്തം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുജലത്തിന്റെ യോഗ്യതയാൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ ശുശ്രൂഷ എല്ലാ മക്കൾക്കും അഭിഷേകമായി തീരട്ടെ. കർത്താവിന്റെ വലിയൊരു കൃപ, കർത്താവിന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷ കാണുന്ന മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, 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 മഹത്വം. കർത്താവ് യേശുവേ ആരാധന.